ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റിജേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ the numbers including all positive numbers, 0 and all negative numbers are commonly known as integers. നമുക്ക് അതിന്റെ ഓർഡറിംഗ് ഒക്കെ പഠിച്ചു. പിന്നെ വലുതേതാ ചെറുതേതാ നോക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം കേട്ടോ. എന്താ ഹരി? എന്നതിന് റേഞ്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, next we have to study absolute value of an integer. Absolute value of an integer. എന്താ absolute value? The numerical value of an integer, regardless of its sign, is known as absolute value. ഒരു ഇന്റിജറിന്റെ absolute എന്താ? അതിന്റെ സൈൻ ഒഴിവാക്കിയിട്ട് വരുന്ന ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. പേജ് നമ്പർ 119. Absolute value of an integer. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. അത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ absolute value എന്താന്ന്. The numerical value of an integer regardless of its sign is known as absolute value of an integer. നമുക്കറിയാം ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു മൈനസ് ഇട്ടിട്ട് അല്ലേ? ഇപ്പോ നെഗറ്റീവ് നമ്പേഴ്സ് പറയുമ്പോ -7, അതുപോലെ -34, ഇതൊക്കെയാണ് എന്ത് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്പേഴ്സിന്റെ കൂടെ ഒരു മൈനസ് ഇടും. എന്നാൽ പോസിറ്റീവ് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ സാധാരണ പോസിറ്റീവ് സൈൻ ഇടാറില്ല. പോസിറ്റീവ് 89 അല്ലെങ്കിൽ പോസിറ്റീവ് 765 ഇതൊന്നും നമ്മൾ പോസിറ്റീവ് സൈൻ അതിന്റെ കൂടെ കൂട്ടാറില്ല. നോർമൽ നമ്മൾ 89, 765 എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലെ? എന്നാൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ നമ്മുടെ ഇന്റിജേഴ്സിന്റെ സൈൻ കൺസിഡർ ചെയ്യാതെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം പറയുന്നതിനെയാണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. എന്താ പറയാ? ആബ്സല്യൂട്ട് വാല്യൂ. Absolute value. The numerical value of an integer regardless of its sign. അപ്പൊ absolute value നെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ a എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണെങ്കിൽ absolute value of a is equal to എന്തായിരിക്കും? സിമ്പിൾ a ആയിരിക്കും. Absolute value of absolute value of -7 ആണെങ്കിലോ? Absolute value of -7 ആണെങ്കിൽ 7 ആയിരിക്കും. ഓക്കെ, അതായത് ആബ്സല്യൂട്ട് വാല്യൂ ഇങ്ങനെ രണ്ട് ലൈൻ ഇട്ടിട്ട് അതിന്റെ നടുവിൽ ഇന്റിജർ എഴുതിയാൽ that means the absolute value of that number. Absolute value of -7 is 7. Absolute value of -7 is 7. Absolute value എന്താന്ന് മനസ്സിലായല്ലോ? എന്താ absolute value? ആരാ പറയുന്നത് എന്താ absolute value? എന്താ പറ? ഇന്റിജറിന്റെ സൈൻ കൺസിഡർ ചെയ്യാതെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം പറയുന്നതിനെയാണ് അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു വെച്ചല്ലോ. The numerical value of an integer regardless of its sign is known as its absolute
value. And താഴെയുള്ള സെന്റൻസും കൊണ്ട് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. The absolute value of an integer a is denoted by രണ്ട് ലൈനിന്റെ നടുവില് a. Okay. ഇനി നമുക്ക് അടുത്തത് അതിനിടയിൽ കുറെ പ്രോബ്ലം വരുന്നുണ്ട്. അതൊന്നും പറഞ്ഞ സമയം തീർക്കുന്നില്ല. Next, page number 123. Addition of integers. Page number 123 addition of integers. ഇതിന് നമ്പർ ലൈൻ വെച്ചിട്ടുള്ള കുറെ അഡീഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ല, ചെറിയ ക്ലാസ്സിലല്ലേ നമ്മൾ നമ്പർ ലൈൻ വെച്ചിട്ടൊക്കെ അഡീഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോ വലിയ കുട്ടികളായതുകൊണ്ട് ഡയറക്റ്റ് അഡീഷനിലേക്ക് പോവാം. രണ്ട് റൂൾസ് പറഞ്ഞിട്ടുണ്ട് ഇന്റിജേഴ്സിന്റെ അഡീഷൻ. നമ്മൾ നോർമലി ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഇതുവരെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അല്ലെ? ഇന്റിജേഴ്സ് ആദ്യമായിട്ടല്ലേ പഠിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് മുന്നേ പഠിച്ചിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ല ഇന്റിജേഴ്സ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് അഡീഷൻ പോസിറ്റീവ് നമ്പേഴ്സ്, 25 + 25 അല്ലെങ്കിൽ 100 + 200, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അഡീഷൻ. അപ്പൊ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ ആയിരുന്നു, അല്ലെ? അത് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട്, അല്ലെ? അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരാം? എന്തായിരിക്കും വ്യത്യാസം വരാം? -2ഉം +3ഉം ആഡ് ചെയ്താൽ എത്ര വരും? കൂടുതലായിട്ട് തലമുണ്ടാക്കണ്ട, ജസ്റ്റ് രണ്ട് റൂൾസ് ഉണ്ട് അഡീഷനിൽ വരുന്നേ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ഞാൻ ഓടിച്ചു പോകുന്നത് വെറുതെ വേറൊന്നും കൊണ്ടല്ല. 7th ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഇന്റിജേഴ്സാ വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്, മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് രണ്ട് റൂൾസ് ഉണ്ട് അഡീഷന് വേണ്ടിയിട്ട്. ഫസ്റ്റ് റൂൾ, പേജ് നമ്പർ 124. പേജ് നമ്പർ 124 റൂൾസ് ഫോർ അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് കൊണ്ട് ഏറ്റവും അടിയിൽ കാണാം, എക്സാമ്പിൾസിനൊക്കെ ഏറ്റവും അടിയിൽ ഒരു ഹെഡിങ് കാണാം. അതില് റൂൾ 1, ടു ആഡ് two integers of like signs, both positive or negative, add their values regardless of their signs and give the sum their common sign. വലത് മനസ്സിലായോ? വലത് മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടി വായിക്കാം. To add two integers of like signs, both positive or both negative, add their values regardless of their signs and give the sum their common sign. രണ്ട് ഒരേപോലുള്ള ഇന്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, അതിന്റെ സൈൻ കൺസിഡർ ചെയ്യാതെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം ആഡ് ചെയ്യാം. സൈൻ കൺസിഡർ ചെയ്യാതെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം ആഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന സമ്മില്ലേ, ആ സമ്മിന് ആ നമ്പേഴ്സിന്റെ അതേ സൈൻ തന്നെ കൊടുക്കാം. ഇപ്പൊ -2 + -3 ആണെങ്കിൽ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും, അതിന് മൈനസ് സൈൻ കൊടുക്കാം. +2 + 3 ആണെങ്കിൽ 2ഉം 3ഉം ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ. നമ്മൾ നോർമൽ അഡീഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇന്റിജേഴ്സിന്റെ അഡീഷന്റെ റൂൾസ് ആണ് പറയുന്നത്. എന്ത്? പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി നെഗറ്റീവും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും.
പോസിറ്റീവും പോസിറ്റീവും ആഡ് ചെയ്താൽ പോസിറ്റീവ് കിട്ടും, നെഗറ്റീവും നെഗറ്റീവും ആഡ് ചെയ്താൽ നെഗറ്റീവ് കിട്ടും. ഇതാണ് എന്തിന്റെ അഡീഷന്റെ ഫസ്റ്റ് റൂൾ. എന്ത് ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതി വെച്ചോ. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അഡീഷൻ ഓഫ് two integers. Addition of two integers. Adil first one. Addition of oh. Note like edikkum. Addition of two like signs. Addition of two like signs. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, ഒരു ബോക്സിലാക്കി വെക്കുക.